എവിടെ എത്തുന്നൊരു യാതൊരു ഐഡിയ ഇല്ല. എല്ലാം ഇത്രയും ഏകദേശം ഒരു 7 വർഷത്തോളം നമ്മൾ ചെയ്തൊക്കെ മുഴുവനായിട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഈ ഒഴിവാക്കാൻ പോകണില്ലേ ഏകദേശം എത്ര രൂപേൻ്റെ സാധനം ഉണ്ട് പറയാനോ? ഒരു ആവറേജ് നമുക്ക് ഏകദേശം ഒരു 3000-3500 രൂപയുടെ സാധനം ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. ഹലോ ഗായ്സ്, എല്ലാവർക്കും യൂട്യൂബിൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതമുണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ 2-3 ആഴ്ചയ്ക്ക് ശേഷം ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് വീഡിയോകളൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോൻ്റെ കണ്ടന്റ് മാറ്റിയാണ് പുതിയ സംഭവമായിട്ട് നമ്മൾ വരും എന്നുള്ളതൊക്കെ. അപ്പോൾ സത്യം പറഞ്ഞാൽ കണ്ടന്റ് മാറ്റിയപ്പോഴാണ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത്. കണ്ടന്റ് മാറ്റിയപ്പോൾ ഒരു കണ്ടന്റ് നമുക്ക് വീഡിയോ ചെയ്യാനായിട്ടില്ല എന്നുള്ളത് കേട്ടോ. അപ്പോൾ അത് വേറെ കാര്യം. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളായിട്ടാണ് നമ്മൾ ഇത്രയും കാലം വീഡിയോസ് ഇടാവുന്നതോ പിന്നെ കുറച്ച് എക്സാമിൻ്റെ കുറച്ച് തിരക്കുന്നതാണ് കാര്യമുകൊണ്ട് വീഡിയോ ഇടാന്ന് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഈ ഇത്തരത്തിലുള്ള സമയം ഇലക്ട്രോണിക്സ് പല സംഭവം ചെയ്യുന്ന സമയത്ത് അതിനുള്ള ഒരു ക്രേസ് വിട്ടിട്ടുണ്ട് പറഞ്ഞിരുന്നു. അപ്പോൾ ആ വീഡിയോസൊന്നും ചെയ്യാൻ വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ എന്തായാലും അങ്ങനത്തെ വീഡിയോസിൽ ചെയ്തിട്ടുള്ള പല സംഭവം നമ്മുടെ വീട്ടിൻ്റെ അകത്ത് പല സംഭവങ്ങളായിട്ട് ഇങ്ങനെ കുന്നുകൊണ്ടിരിക്കുക എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഇത്രയും കാലം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന പല സംഭവം ഇന്ന് ഒഴിവാക്കുന്ന പരിപാടിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. നമ്മൾ ഒരുപാട് ഫണ്ടൊക്കെ പൊട്ടിച്ചുകൊണ്ട് വാങ്ങിയുള്ള പല സംഭവങ്ങളൊക്കെ ഇതിൻ്റെ അടിയിലുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഓരോന്നായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഗായ്സ് നമ്മൾ ഒട്ടുമിക്ക സാധനങ്ങൾ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 5-6 വർഷത്തെ പഴക്കമുള്ള സാധനങ്ങളുണ്ട്. പിന്നെ അതിലേക്ക് പുതിയ സംഭവങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ഇതിലുണ്ട് കേട്ടോ. അത് മാത്രമല്ല ഇതിൽ തന്നെ ഏകദേശം നല്ല നല്ല വിലയുള്ള സാധനങ്ങൾ അതായത് ഇപ്പോൾ നമ്മൾ ആർഡിൻ്റെ കാര്യം പറഞ്ഞത് ഇത്തരത്തിൽ പല സംഭവമൊക്കെ നമ്മളെ ഇങ്ങനെ കേട് വന്നുകൊണ്ട് നല്ലൊരു എമൗണ്ട് പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ കുറച്ചുകൂടി പറഞ്ഞു കേട്ടോ. അപ്പോൾ കുറച്ച് സാധനം ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചത് എന്തൊക്കെയാണ് സംഭവങ്ങളാണെന്നില്ല. അപ്പോൾ ഇത് കുറച്ച് മാത്രമേ ഉള്ളൂ. നമ്മുടെ റൂം ഫുള്ളായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിന് മുന്നേ ആയിട്ട് നമ്മളൊരു ഷോർട്ട് വീഡിയോ ഒക്കെ വൈറലായിട്ടുണ്ടായിരുന്നു. എന്താ പറയുക പല രീതിയിൽ ഇപ്പം മീനുകൾക്ക് തീറ്റ ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞ വീഡിയോ വൈറലായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മുടെ റൂമിൻ്റെ അകത്തിന് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടാൽ ജസ്റ്റ് മനസ്സിലാവും. അപ്പോൾ നേരെ വർക്ക് ഷോപ്പിലോട്ട് പോകാമെന്ന് പറയുമ്പോൾ നമ്മൾ നേരെ റൂമിൻ്റെ അകത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് മുന്നേറ്റ് വേറെ വീഡിയോ കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ റൂമിൻ്റെ അകത്ത് നമ്മൾ അതിനായിട്ട് സെറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒരുപാട് ഇലക്ട്രോണിക്സിൻ്റെ കുറേ ഐറ്റംസും എല്ലാ ചവറും അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ റൂമിൽ നിന്ന് നമ്മളെല്ലാം ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അതിന് കുറച്ച് നല്ല നല്ല സാധനം നമ്മൾ വേറെ സെപ്പറേറ്റ് ആക്കി എടുത്തതായിരുന്നു ഇത് കേട്ടോ. അപ്പോൾ ഇത് നമ്മളിന്ന് ഒഴിവാക്കാൻ പോവുകയാണ്. കാരണം ഇനി വലിയൊരു ഇതിലോട്ട് ഞാൻ ഇരിക്കലുണ്ടാവില്ല. അപ്പോൾ എന്താ പറയുക അതിനുള്ളൊരു ഇത് വിട്ടിട്ടുണ്ട്. അപ്പോൾ കുറേ സമയം ഇവിടുന്ന് ഒഴിവാക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിൽ ഓരോ സമയം ജസ്റ്റ് ഡീറ്റെയിൽ ഞാൻ കാണിച്ചിട്ടോ എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത് കേട്ടോ. ഇതിൽ ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ആ ഒരു ചെറിയൊരു എമൗണ്ട് ഒന്നല്ല, പല ഇതിലുള്ളതുണ്ട് കേട്ടോ. ഏകദേശം 5 വർഷത്തോളം 5, 6, 7 വർഷത്തോളമൊക്കെ വാങ്ങി വെച്ച് പല സംഭവത്തിൻ്റെ അകത്തുണ്ട്. പിന്നെ ഇവിടെയും കുറച്ച് സംഭവമുണ്ട്. ഇവിടെ കുറച്ച് മോട്ടറും പിന്നെ അതേപോലെ അതിൻ്റെ അകത്ത് പല നല്ല വർക്ക് ചെയ്യുന്ന ഗ്ലൂ ഗണ്ണൊക്കെ ഉണ്ട്. ഗ്ലൂ ഗണ്ണൊക്കെ വർക്ക് ചെയ്യുന്നതാണോ ഒക്കെ വർക്ക് ചെയ്യുന്നതാണ്. വേറെ കംപ്ലൈൻ്റ് ഒന്നും ഇതൊക്കെ വർക്ക് ചെയ്യും. ഞാൻ ഓരോന്നായിട്ട് ജസ്റ്റ് നിങ്ങൾ എടുത്തുകൊണ്ട് കാണിച്ചിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഓരോന്നായിട്ട് സെപ്പറേറ്റ് തന്നെ മനസ്സിലാക്കി തരാമല്ലോ. പിന്നെന്താ വെച്ചാൽ നമ്മളിത് ഒന്നാമത് ഒഴിവാക്കാൻ കഴിയണമെന്ന് വെച്ചാൽ അതിനുള്ളൊരു ഇത് വിട്ടിട്ടോ. അതായത് ആ ഒരു ഇൻട്രസ്റ്റ് കിട്ടുമെന്നൊക്കെ പറയാം. നമുക്ക് പല സംഭവം ചെയ്യുകയാണെന്നൊരു താല്പര്യം ഉണ്ടാവുമല്ലോ. ആ താല്പര്യം തീരെ ഇല്ലാതായി. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ കുറേ കാലം ഇതിമൊന്ന് യൂസ് ചെയ്യലുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ ഒന്ന് ഒഴിവാക്കാനുള്ള ഒരു ഇതിലോട്ട് എത്തിയ കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുന്നായിട്ടൊരു വീട്ടിലൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കണ്ടൻറ്റൊക്കെ ചേഞ്ച് ചെയ്യുകയാണെന്നുള്ളത്. അപ്പോൾ മെയിൻലി നമ്മൾ ഇത്രയും കാലം ചെയ്ത വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള വീഡിയോസായിരുന്നു. അപ്പോൾ ഇതിന് ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഞാൻ വീഡിയോസ് ചെയ്യുമ്പോഴും ഒരു ഇതില്ലല്ലോ. അപ്പോൾ എന്തൊക്കെ ആയിട്ട് ഇനി അടുത്തൊക്കെയായിട്ട് നോക്കണം. അപ്പോൾ ആദ്യം ജസ്റ്റ് ഇതൊന്നും കാണിച്ചില്ല, അല്ലെങ്കിൽ ഇങ്ങനെ പറച്ചിലേ ഉണ്ടാവുള്ളൂ. ഓരോന്നായിട്ട് ജസ്റ്റ് കാണിച്ചില്ല. അപ്പോൾ ജസ്റ്റ് ഒരു ആവറേജ് ജസ്റ്റ് ഞാൻ പറഞ്ഞു കേട്ടോ. ഓരോ ഡീറ്റെയിൽ പറഞ്ഞുതരാം. അപ്പോൾ ഞാനൊരു എക്സൈറ്റഡാണ് ഒരു കോസ്റ്റ് അറിയാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ പല സാധനങ്ങളും വിൽക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇങ്ങനത്തെ ഒരു ആർഡിനോ ബോർഡ് നമ്മൾ സാധാരണ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആവറേജ് നമുക്ക് ഒരു 500 രൂപ കൂട്ടാം. 500 ഒരൊറ്റ ബോർഡിന് നമുക്ക് കൂട്ടാം. 500 എന്നല്ല, 500 മേലക്കുണ്ട്. ഒരു യൂനോക്ക് ഏകദേശം 600-700 രൂപ വരുന്നുണ്ട്. 500 നമുക്ക് കൂട്ടാം. 500, 1000, 1500 രൂപ. ഈ ഒറ്റ സാധനത്തിന് 1500 രൂപ ആയിട്ടുണ്ട്. ജസ്റ്റ് 500 വെച്ചാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ. പിന്നെ നമ്മളിങ്ങനെ ചെയ്ത സമയത്താണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കി കേട്ടോ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സാധാരണക്കായിട്ട് ലേലം വിളിക്കുമല്ലോ, അതേപോലെ ആവുന്നുണ്ട്. അപ്പോൾ ബോറടി മാറ്റാനായിട്ട് മുകളിലോട്ട് ഒഴിവാക്കി. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ ഇത്ര ഈ ഒരു കോസ്റ്റ് എന്ന് തോന്നുന്നില്ല. ഏകദേശം 4200 അല്ലേ നമ്മൾ പറഞ്ഞത്. അപ്പോൾ 4200 രൂപയുടെ സാധനം ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് ഫണ്ട് പൊട്ടിച്ചിട്ടുണ്ട്. ഞാൻ തുടങ്ങുന്ന സമയത്ത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു ഈ ഓരോ സംഭവം ചെയ്യാനും റോബോട്ട് ഉണ്ടാക്കാനും പല സംഭവം ചെയ്യാൻ ഭയങ്കര താല്പര്യമായിരുന്നു. പിന്നെ അന്ന് എവിടുന്നേലെ കുറച്ച് ഞാൻ
ആ ടൈമിൽ ഇപ്പോൾ എന്താ ചെറിയ രീതിയിൽ പത്രം കാര്യങ്ങൾ ഇടുന്നുണ്ട്. ആ പത്രം കിട്ടി കഴിഞ്ഞാൽ മാസം നമുക്ക് ചെറിയ പൈസ കിട്ടും. അന്ന് ഇപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു മാസം പത്രം ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് 400-500 കിട്ടും. അത്ര കിട്ടും. അതിന് എന്താ ചെയ്യും ഫുള്ള് ഇങ്ങനത്തെ ഓരോ സംഭവം വാങ്ങാനായിട്ട് ഫുള്ള് കഴിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് സംഭവം തന്നെ ആയിട്ട് അന്ന് ഞാനിപ്പോൾ 5ാം ക്ലാസ് 6ാം ക്ലാസ്സൊക്കെ പഠിക്കുന്ന സമയമാണ്. അപ്പോൾ ആ ടൈമിലൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യും ഇതേപോലെ എന്തിനു കിട്ടിക്കഴിഞ്ഞാൽ ഫുള്ള് ഇതേപോലെ ഓരോ സംഭവം വാങ്ങിക്കാണ്ട് പൈസ ഫുള്ള് കഴിക്കും. അപ്പോൾ അങ്ങനെയുള്ള പല സംഭവങ്ങളൊക്കെ ഇതിൻ്റെ അടിയിലുണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലിപ്പോൾ ഏകദേശം 4,200 ഉണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ എക്സാമ്പിളായിട്ട് പറഞ്ഞതാണ്. പിന്നെ പല സംഭവം കേട് വന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് മാത്രമാണ് ആ കോസ്റ്റ് പറഞ്ഞത് കേട്ടോ, 4,200 പറഞ്ഞു. മറ്റേ കമ്പയർ ചെയ്യുമ്പോൾ ജസ്റ്റ് ഓരോന്ന് പറഞ്ഞുതരാം. ഓക്കെ, ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാൽക്കുലേഷൻ അടക്കം പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും ഇത് ജസ്റ്റ് ഇനി ഇവിടെ വെക്കട്ടെ. ഇതിനി ഞാൻ ഒന്നുകൂടെ കുറച്ച് നമ്മളൊക്കെ കൊണ്ടുവരാനുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതിലിപ്പോൾ മാത്രമാണ് ഞാൻ ആ ഒരു കോസ്റ്റ് പറഞ്ഞത്. ഇനി ഇവിടെ കുറച്ച് സംഭവം ഇവിടെ ഉണ്ട്. ഇത് പ്രോക്സിമിറ്റി സെൻസർ ഏകദേശം ഒരു 50 കൂട്ടാം. അപ്പോൾ 4,200 + 50 250, 4,250, 4,300 ഒന്നുകൂടെ ഉണ്ട് കണ്ടോ. 4,300 പ്ലസ് പിന്നെ 300 ഇത് ബ്ലൂടൂത്ത് മൊഡ്യൂൾ 4,300 അല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ്. എന്തായാലും ഒരു 200 കൂട്ടാം. 4,200 ആകുമ്പോൾ 4,500, 4,500 പ്ലസ് LDR സെൻസറാണിത്. LDR എന്ന് പറയും, ലൈറ്റ് ഡിപ്പെൻഡിങ് റെസിസ്റ്റർ എന്ന് പറയും. അപ്പോൾ ഇത് കൂട്ടുമ്പോൾ എത്രയാണ് 4,200 അല്ല സോറി 4,500 പ്ലസ് 200 കൂട്ടാം. അപ്പോൾ 4,700. പിന്നെ ഇതെന്തായാലും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ഒരുപാട് നേരം പറയാനുണ്ടാവും. അപ്പോൾ അതെന്തായാലും എല്ലാം ഒന്ന് കുറച്ച് നേരത്തേക്ക് ആക്കാനും വേണ്ടിയാണ് വീഡിയോ സ്പീഡ് കൂട്ടുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യത്തിൻ്റെ ഇടയിൽ പറയുന്നുണ്ട്. 4,800 നമ്മൾ എത്തിച്ചിട്ടുണ്ട്. ഞാൻ എന്തായാലും അങ്ങനെ കോസ്റ്റ് പറഞ്ഞു പോവല്ല. ഞാൻ എന്തായാലും ജസ്റ്റ് നമ്മൾ ഇത്രയും ഫണ്ടൊക്കെ ഇതിലോട്ട് പൊട്ടിച്ചിട്ടുണ്ട് എന്നുള്ള ജസ്റ്റ് നിങ്ങളോട് പറയാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്. അപ്പോൾ ഒരു ആവറേജ് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് ഞാൻ ജസ്റ്റ് ഇത്തരത്തില്ല. ഇപ്പോൾ നമ്മൾ ഈ റോബോട്ടിക്സ് പ്രോജക്റ്റ് പല നമ്മൾ IoT പ്രോജക്റ്റൊക്കെ ചെയ്യാൻ വേണ്ടിയുള്ള അമൗണ്ട്സിൻ്റെ കാര്യമാണ് നിങ്ങളോടിപ്പോൾ പറഞ്ഞത് കേട്ടോ. അപ്പോൾ അതിനാണ് ഇപ്പോൾ ഈ 4,800 അടുത്ത് വന്നത്. 4,800 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 4,800 അടുത്ത് വന്നു. അപ്പോൾ ഇനി എല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്തായാലും ഒരു 10K അടുത്ത് ഇതുണ്ട്. ഇതല്ലാതെ നമ്മൾ റൂം ഫുള്ളായിട്ട് ഒഴിവാക്കിയാണ്ട് എല്ലാം അടിച്ച് പൊളിച്ച് ഒക്കെ ഒഴിവാക്കി. ഭയങ്കര എല്ലാ കച്ചറ അതിൻ്റെ അകത്തുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ ഒഴിവാക്കി. അപ്പോൾ അതുകൂടെ കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നുമല്ല, ഇതിനപ്പുറം ഉണ്ടായിരുന്നു. ഇതാണ് ജസ്റ്റ് ഇപ്പോൾ നമ്മൾ ഇത് കൂട്ടിയിട്ടുള്ള ഇത് മാത്രമാണ് കേട്ടോ. ഇവിടെയുള്ള ഇത് മാത്രമാണ് എത്ര ഉള്ളത് 4,800 ഉള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെത്. നമുക്ക് അടുത്ത ഓരോന്നാണ് നോക്കാം കേട്ടോ. അപ്പോൾ ആവറേജ് ഞാൻ കാണിച്ചു എന്തായാലും ഫുള്ളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു ഫുൾ നമ്മൾ 3 കാലം ഏകദേശം ഒരു 7 വർഷം മിനിമം ഇതിന്മേൽ കടന്നിട്ട് ഫുള്ളായിട്ട് ചുറ്റിപ്പറ്റി ഉണ്ടായിട്ടുണ്ട്. 7 വർഷം എന്ന് പറയുമ്പോൾ എന്തായാലും 7 വർഷം ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ആ സമയം ഇനി പറയുന്നത് ഇതിപ്പോൾ നമ്മൾ 4,800 കാര്യം പറഞ്ഞു. ഇവിടെ 4,800 ഉണ്ട്. ഇവിടെ ഉള്ള ഇനി ഫുള്ള് മോട്ടറിൻ്റെ സെക്ഷനാണ് കേട്ടോ. ഇവിടെ കൂടുതലുള്ളത് നമ്മുടെ മിനി മോട്ടേഴ്സാണ്. നമ്മുടെ ഗിയർ മോട്ടർ, മിനി മോട്ടർ കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പോൾ ഓരോ മിനി മോട്ടറിനും ജസ്റ്റ് ഇപ്പോൾ നിലവിൽ പ്രൈസ് പറഞ്ഞാൽ 15 രൂപ കേട്ടോ. ഒന്നിന് 15 രൂപയാണ്. അപ്പോൾ ഇതിൽ ചിലതൊക്കെ ഇതിൽ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല. എന്തായാലും ജസ്റ്റ് ചിലതൊക്കെ നമ്മൾ പല കളിപ്പാട്ടത്തിൽ നിന്നൊക്കെ ഊരി എടുത്തതൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കറക്റ്റ് പൈസ ആണെന്നില്ല. അപ്പോൾ ഇത് നമ്മൾ അങ്ങനെ കാൽക്കുലേറ്റ്. ഇത് പക്ഷേ ഈ വലുത് ഞാൻ ഇത് പറഞ്ഞുതരാം. ഇതിന് ഏകദേശം നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു 110 രൂപ കേട്ടോ. ഇത് എഴുതിയിട്ടുണ്ടോ എനിക്കറിയില്ല. 110 രൂപ ആയിട്ടുണ്ടായിരുന്നു ഇതിന്. അപ്പോൾ 4,800 പ്ലസ് 110 എന്തായാലും 100 കൂട്ടാം. അപ്പോൾ 4,800 പ്ലസ് 100 ആകുമ്പോൾ നമുക്ക് ഏകദേശം എത്ര ആവും? 4,900. 100 കൂട്ടിയിട്ടുള്ളൂ. അപ്പോൾ 4,900 കേട്ടോ. ഇനി അടുത്ത് ഇത് അതിലും വലുതാണ് കേട്ടോ. ഇത് നമ്മൾ അങ്ങനെ ഒന്ന് വാങ്ങിയതാണ്, കാണുന്നുണ്ടറിയില്ല. വലിയ 12 വോൾട്ടിൻ്റെ 12 വോൾട്ടിൻ്റെ നല്ലൊരു മോട്ടറാണ്. നല്ല RPM ഒക്കെ നല്ല പവറിൽ കറങ്ങുന്ന മോട്ടറാണ്. അതിന് നമുക്കൊരു 100 കൂട്ടാം. 100 എന്നല്ല, ഏകദേശം 200 അടുത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് എത്രയായി? 5 രൂപ അല്ലേ? 4,800 കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല. ഇപ്പോൾ എത്രയാണ് കറക്റ്റ് കിട്ടുന്നില്ല. എന്തായാലും നമുക്ക് 5 കൂട്ടാം. അപ്പോൾ 5,000 രൂപയ്ക്കുള്ള സാധനം ഇപ്പോൾ ആയിട്ടുണ്ട്. പിന്നെ അടുത്ത എന്താ, പിന്നെ പല സംഭവങ്ങളുണ്ട്. ഇതൊക്കെ നിങ്ങൾ ആലോചിക്കണം. അന്ന് ഭയങ്കര ഇതായിട്ട് വാങ്ങുന്നത്. ഇത് പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ഇലക്ട്രോണിക്സിന് ഇതുണ്ടല്ലോ, നമ്മുടെ എന്താ പറയുക, ട്രാൻസ്ഫോമർ, റെസിസ്റ്റർ, LEDs, അങ്ങനത്തെ ചെറിയ ഐറ്റംസാണ് ഇതിനകത്തുള്ളത്. അന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു കേട്ടോ. ഫുള്ള് ചെറിയ സാധനങ്ങളായിരിക്കും ഇതിനകത്ത് ഉണ്ടാവുക. കണ്ടോ, ഇതിനകത്ത് ഫുള്ള് ചെറിയ സാധനങ്ങളാണ്. എന്തായാലും അത്തരത്തിലുള്ള സാധനങ്ങളൊക്കെയാണ് ഇതുള്ളത്. അപ്പോൾ നമ്മൾ എവിടെ എത്തി? 5ൻ്റെ അടുത്ത് എത്തി. അതെന്ന് വെച്ചാൽ ആലോചിച്ചിടണോ, 5,000 രൂപ ആയിട്ടുണ്ട്. പിന്നെ ഒരു സോളാർ, ഇത് നമ്മൾ കുറേ മുന്നേ വാങ്ങിയതാണ്. ഇത് എന്താ ഒരു പവർ ബാങ്ക് എന്നൊക്കെ നമ്മൾ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട് അങ്ങനത്തെ വീഡിയോസൊക്കെ.
അപ്പോൾ 5 പ്ലസ് 110 തോന്നുന്നു ഇതിൻ്റെ പ്രൈസ്. എന്നാലും 100 കൂട്ടം 5100 5100 രൂപ. പിന്നെ അടുത്ത കളക്ഷൻ ഇത് 5100 പ്ലസ് ഒരു മൾട്ടിമീറ്റർ 100 കൂട്ടാം, 150 ഒക്കെ ഉണ്ട്, എന്തായാലും 100 കൂട്ടാം, 5200. പിന്നെ അടുത്ത് ബാറ്ററീസിൻ്റെ സെക്ഷനാണ്, ഫുള്ള് ബാറ്ററിയാണ്, ഒരുപാട് ബാറ്ററി ഉണ്ട് കേട്ടോ. ഇതിൽ കൂടുതൽ ഞാൻ ഈ 4 വോൾട്ടിൻ്റെ ബാറ്ററി ഉണ്ടല്ലോ, ഇത് നമ്മളിങ്ങനെ വാങ്ങുന്ന കേട്ടോ. എന്തായാലും ഇവിടെയൊക്കെ വാങ്ങിയത് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് മോട്ടോഴ്സും പല ബാറ്ററിയാണ് ഫുള്ള്. എന്തായാലും ഈ ഒരു ബാറ്ററി കുറച്ചൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില ലിഥിയം അയൺ ബാറ്ററി ഒക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബാറ്ററി ഒരു ആവറേജ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 600 രൂപക്കുള്ള ബാറ്ററി നമ്മൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു വലിയൊരു ബാറ്ററി ഉണ്ട്, അത് ഞങ്ങൾ കണ്ടോ നിങ്ങൾക്ക് അറിയില്ല. ഇവിടെ കണ്ടോ ഒരു വലിയൊരു ബാറ്ററി, നമ്മൾ ഓട്ടോറിക്ഷയിലൊക്കെ യൂസ് ചെയ്യുന്ന ബാറ്ററിയാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞത് അത് നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെയുള്ള കണ്ടോ 3 വീലർ ബാറ്ററിയാണ്, നമ്മൾ ഓട്ടോറിക്ഷയിലൊക്കെ യൂസ് ചെയ്യുന്ന ബാറ്ററിയാണ്. അത് നമ്മളങ്ങനെ അവിടെ ഇപ്പോൾ പോയി ഒരു ആക്രിക്കടയിലൊക്കെ പോയപ്പോൾ വാങ്ങിയതാണ് തോന്നുന്നു, കറക്റ്റ് എനിക്കറിയില്ല. അത് നല്ല പ്രൈസ് ആയിട്ടുണ്ട് കേട്ടോ. എന്തായാലും ബാറ്ററിക്ക് നമുക്കൊരു 600 രൂപ കൂട്ടാം. അപ്പോൾ 5000 പ്ലസ് 600 അല്ല 5200 ആയിട്ടില്ലല്ലോ, 5200 പ്ലസ് 600 മൾട്ടിമീറ്റർ കൂട്ടിയപ്പോൾ 5200 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 5200 പ്ലസ് 600 5800 5800 റൈറ്റ്. അപ്പോൾ 5800 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 5800 5950 5950. അപ്പോൾ എന്തായാലും ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഒരു ടോട്ടൽ കോസ്റ്റ്. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന സംഭവം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഏകദേശം ഒരു 5950 രൂപ വേണ്ട അതിപ്പോൾ ജസ്റ്റ് ഇങ്ങനെ സംഭവം കാണിച്ചെന്ന് പറഞ്ഞാണല്ലോ. മിനിമം നമുക്കൊരു 6000 രൂപേൻ്റെ സാധനം ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഈ സംഭവമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. 6000 രൂപയല്ല, എൻ്റെ അപ്പുറത്തേക്കുണ്ട്. എന്തായാലും ഒരു ആവറേജ് ഒരു 6000. ഓക്കെ, അപ്പോൾ ഞാൻ അത്രയും പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനോടൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു. ഭയങ്കര താല്പര്യമായിരുന്നു. രാത്രി എന്താ വെച്ചാൽ ഞാൻ ആ റൂമിലൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് രാത്രിയൊക്കെ ഇരുന്ന് ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, എന്താ പറയുക, രാത്രി 12 മണി 1 മണി വരെയൊക്കെ എന്താ പറയുക ലൈറ്റ് ഉണ്ടാവും, നമുക്ക് കറണ്ടും കാര്യങ്ങളൊക്കെ മേലെ കിട്ടും. മേലെ എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ മുകളിലോട്ടാട്ടോ, വീടിൻ്റെ മുകൾ ഭാഗം തേച്ചിട്ടില്ല, ജസ്റ്റ് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ വീട് എന്ന് പറഞ്ഞാൽ. അപ്പം മുകൾ ഭാഗത്ത് പറഞ്ഞാൽ അവിടെ ഒരു റൂമുണ്ട്, സൂം ആവുന്നില്ല. എന്തായാലും ആ ഭാഗത്ത് റൂമുണ്ടായിരുന്നു. ആ റൂമിൻ്റെ അകത്തോട്ട് ഞാൻ പുറത്തുനിന്ന് എന്താട്ടും കറണ്ട് എടുത്തിട്ടോ, ഈ മുകളിലോട്ട് ഞാൻ കറണ്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഇങ്ങനെ കറണ്ട് പോയിട്ട് അങ്ങനെ ആ ഭാഗത്തോട്ട് എടുക്കും കേട്ടോ. അവിടെ എൻ്റെ റൂമുണ്ടായിരുന്നു. അപ്പോൾ ആ ഭാഗത്തോട്ട് ഞാൻ ഇവിടെ നിന്ന് അകത്തുനിന്ന് കറണ്ട് എടുത്തുകൊണ്ട് അങ്ങോട്ട് ഇടും. എന്നിട്ട് അവിടെ രാത്രി സമയം വരുന്നതുകൊണ്ട് രാത്രി വരെ ഞാൻ അങ്ങനത്തെ ഓരോ സംഭവം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അത്രയും എന്താ പറയുക സമയം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ആ സംഭവമൊന്നും ഉണ്ടാവില്ല. കാരണം ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഒരിതായതുകൊണ്ടാണ് എന്താ പറയുക, നമുക്ക് പ്രായം കൂടുമ്പോൾ പല സംഭവം ഒഴിവാക്കാൻ പറ്റുമെന്ന് പറയാമല്ലോ, അതേപോലെ തോന്നുന്നു. എന്തായാലും താടിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പല സംഭവം ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ രാത്രി 1 മണി 2 മണി വരെയൊക്കെ ഇരുന്ന് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ പല സംഭവങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിയാം കേട്ടോ. പല നമ്മൾ സെൽഫ് ലേണിങ്ങിലൂടെ പഠിച്ചതാണ്, നമുക്ക് ആരും പഠിപ്പിച്ച് തരാൻ അങ്ങനെ നിന്നിട്ടില്ല. കൂടുതൽ നമ്മൾ സെൽഫ് ലേണിംഗ് ആണ് ഒക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല സംഭവം ചെയ്യാനും ഒക്കെ നമുക്ക് പല സയൻസ് എക്സിബിഷനിലൊക്കെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അല്ല ഫസ്റ്റും സെക്കൻഡും തേർഡൊക്കെ കൂടുതലും ഫസ്റ്റാണ് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. ഫുൾ ടൈം ഇതിമേ ഉള്ളൂ, പിന്നെ അങ്ങനെ ഫസ്റ്റ് ഇട്ടാക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു നമ്മളെ ചാനലിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു സംഭവം തന്നെയാണ്, നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ എന്തായാലും അതൊക്കെയാണ് ജസ്റ്റ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ആവറേജ് കോസ്റ്റ് നമുക്കൊരു 6000 രൂപേൻ്റെ സാധനം ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഇതൊന്നും അല്ലായിരുന്നു, ഇതിലാരും ഉണ്ടായിരുന്നു. ഡീറ്റെയിൽ ആയിട്ട് ഇനി നോക്കണം, ഞാൻ റൂമിനകത്തൊക്കെ ആകെ ഉണ്ടായിരുന്നു, ഒക്കെ ഒഴിവാക്കിയതാണ്. ഇനി ഇത് നമ്മൾ ഒഴിവാക്കാൻ പോവുകയാണ്. പിന്നെ ഇത് ഒഴിവാക്കാൻ ഈ സാധനം ഫുള്ളായിട്ട് കൂടുതൽ നല്ല വർക്ക് ചെയ്യുന്ന സാധനങ്ങളാണ്, ഫുള്ള് വർക്കിംഗ് കണ്ടീഷനിലാണ്, കംപ്ലയിൻ്റ് ഒന്നും ഇല്ല. അപ്പോൾ അത് ഒന്നെങ്കിൽ നമ്മൾ വിചാരിച്ചപ്പോൾ ഇതിനോടൊക്കെ താല്പര്യമില്ല, ഇൻട്രസ്റ്റ് ഉള്ള ആർക്കെങ്കിലൊക്കെ ആയിട്ട് കൊടുക്കും കേട്ടോ. കാരണം നമ്മൾ ഇത്ര സാധനം വാങ്ങേണ്ട 6000 രൂപ വെറുതെ കൊടുത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ അതുകൊണ്ട് കാര്യമില്ലല്ലോ. ഉപകാരപ്പെടുന്നവർക്ക് ഉപകാരപ്പെടണം. അപ്പോൾ നമ്മൾ ഇതിനോട് ഇൻട്രസ്റ്റ് ഉള്ള ആരുടെ ഇപ്പോൾ നമ്മുടെ ഒപ്പം പഠിക്കുന്ന കുറച്ച് പേരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാം, ഫ്രീ ആയിട്ട് തന്നെ കേട്ടോ. ഇനിയിപ്പോൾ അതിന് കോസ്റ്റൊന്നും ഇടില്ല. അപ്പോൾ എന്തായാലും ഇനി നിങ്ങളെ സപ്പോർട്ടിനുള്ള നമുക്ക് അതൊക്കെ വാങ്ങാനൊക്കെ പറ്റുന്നു. അപ്പോൾ എന്തായാലും അങ്ങനെ താല്പര്യമുള്ളവർക്ക് കൊടുക്കണം. പിന്നെ അല്ലെങ്കിൽ നോക്കട്ടെ, പറ്റുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആണെങ്കിൽ കൊറിയർ അയച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതിനുള്ള സാധനങ്ങളുണ്ട് ഇവിടെ. പിന്നെ മറ്റു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇനി അടുത്ത എന്ത് വീഡിയോ ചെയ്യുമെന്നുള്ളൊരു ഇതുണ്ട്. ഇപ്പോൾ നമ്മൾ കൂടുതൽ സംഭവം ജസ്റ്റ് കാണിച്ചു തന്നു. ഇനി ഇതൊക്കെ നമ്മൾ ഒഴിവാക്കുന്ന കാര്യങ്ങൾ പറഞ്ഞല്ലോ. അങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇനി അടുത്ത എന്ത് വീഡിയോസ് ചെയ്യുന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരണം. അപ്പോൾ അത് ഞാൻ കുറച്ചുകൂടി പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ എന്തായാലും ജസ്റ്റ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓരോ സംഭവം ഒഴിവാക്കുന്നതും അതിൻ്റെ കോസ്റ്റും ഏകദേശം ഒരു 6000 രൂപയ്ക്ക് അടുത്തുള്ള സാധനങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് ഓരോന്നായിട്ട് പരിചയപ്പെടുത്തി തന്നു.
അപ്പോൾ ഇനി ഞങ്ങൾ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാ സമയവും ഒഴിവാക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞാൽ അപ്പോൾ ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൊരിതുണ്ടാവും. അപ്പോൾ ഞാനെന്തായാലും ഈ ടെക്ക് മുഴുവനായിട്ട് ഒഴിവാക്കുന്നില്ല. അത് ഞാൻ ജസ്റ്റ് എന്തായാലും പറഞ്ഞു കേട്ടോ. അപ്പോൾ ടെക്ക് എന്ന് പറഞ്ഞാൽ ഈ സമയം മാത്രമൊന്നുമല്ലല്ലോ. ഇപ്പോൾ കോഡിങ് നമ്മൾ ചെയ്യുന്നുണ്ട്, വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുക, ആപ്പ് ഡെവലപ്പ് ചെയ്യാനൊക്കെ ആയിട്ടുണ്ട്. പിന്നെ അതല്ലാതെ ഇത്തരത്തിൽ പല വെറൈറ്റി ഉള്ള പല ഐഡിയാസും കണക്ക് ഉണ്ട്. അപ്പോൾ എന്തായാലും അത് ഇപ്പോൾ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ എത്രത്തോളം എനിക്ക് നിങ്ങൾ മനസ്സിലാക്കി തരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇനി എന്തായാലും ഉഷാറായിട്ട് നമ്മൾ വീഡിയോസ് ചെയ്യുന്നതാണ്. അപ്പോൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ യൂടെക്കിൽ ഇനി ചെയ്യാൻ കൂടുതലായിട്ട് പോകുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് നമ്മളൊരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കാനായിട്ട് വിചാരിക്കുന്നുണ്ടോ. യൂടെക്കിന് വേണ്ടിയാണ് ഒരു കമ്മ്യൂണിറ്റി. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിങ്ങനെ പല സംഭവം നിങ്ങൾക്ക് ഈ ആർഡിനോ മറ്റുള്ള പ്രോഗ്രാം ചെയ്യുന്ന സംഭവങ്ങൾ നിങ്ങൾക്ക് ക്യാഷ് കൊടുത്താൽ നിങ്ങൾക്ക് കയ്യിൽ കിട്ടും. എന്നാൽ ക്യാഷ് ഇല്ലാത്ത ഒരുപാട് പേര് നമ്മളെ യൂടെക്കിലുണ്ട്, നമ്മളെ വീഡിയോസ് കാണുന്നവരുണ്ട്. അപ്പോൾ ആർക്കൊക്കെ ഉപകാരപ്പെടുന്ന സംഭവമാണ്. നിങ്ങൾക്ക് ഒരു പക്ഷേ ചിലപ്പോൾ ക്യാഷ് ഇല്ലാത്തവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഫ്രീ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതൊക്കെ വിർച്വലായിട്ട് നിങ്ങൾക്ക് ചെയ്ത് പഠിപ്പിച്ച് തരും. ഫ്രീ ആയിട്ട് തന്നെ എല്ലാവർക്കും ഫ്രീ ആയിട്ട് തന്നെ നമ്മൾ ഇതുണ്ടാവും. അപ്പോൾ അതിനൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോയിലല്ല, ഞാൻ എന്തായാലും നിങ്ങളെ അറിയിക്കാം. അപ്പോൾ നിങ്ങൾ ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇനി വരുന്ന വീഡിയോസൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ആ വീഡിയോസൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു കമ്മ്യൂണിറ്റി കിട്ടും. ഒരു കമ്മ്യൂണിറ്റിയിലോട്ട് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് കിട്ടും. അപ്പോൾ വാട്സപ്പിൽ കണ്ടല്ലോ സാധാ കമ്മ്യൂണിറ്റി, കമ്മ്യൂണിറ്റി എന്നല്ല പറയാം, കറക്റ്റ് ഇതെനിക്കറിയില്ല. എന്തായാലും കമ്മ്യൂണിറ്റി തന്നെയാണ്. ആ കമ്മ്യൂണിറ്റിയിൽ ജസ്റ്റ് ജോയിൻ ചെയ്യുന്നതല്ല, എല്ലാവർക്കും ജോയിൻ ചെയ്യാം, ഫ്രീ ആയിട്ടാണ് ജോയിൻ ചെയ്യാം. അപ്പോൾ ജസ്റ്റ് രാത്രി എപ്പോഴൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇത്തരത്തിൽ നമ്മൾക്ക് ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു തരും. ഫ്രീ ആയിട്ട് പഠിപ്പിച്ചാൽ നമുക്ക് ഗൂഗിൾ മീറ്റിലായിരിക്കും, എല്ലാവർക്കും ജോയിൻ ചെയ്യാം. ഫ്രീ ആയിട്ട് എല്ലാവർക്കും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഒക്കെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ വിചാരിക്കുന്നത് ഒരു കമ്മ്യൂണിറ്റി, യൂടെക്കിൻ്റെ ഒരു കമ്മ്യൂണിറ്റി അതിൽ എല്ലാം ഉണ്ടാകും. വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിപ്പിച്ചു തരുന്നുണ്ട്. കോഡിങ്ങിന് ബേസിക്സ് കവർ ചെയ്യുന്നതൊക്കെ എല്ലാം ഓക്കെ. ആർഡിനോൻ്റെ ഇപ്പോൾ എന്താ പറയുക ടിങ്കർ കാർഡ് എന്നുള്ള സൈറ്റ് ഉണ്ട്. അത് നമുക്ക് ഇതൊക്കെ വിർച്വലായിട്ട് ചെയ്ത് പഠിക്കും. ഈ സംഭവം ഒന്നും വാങ്ങേണ്ടെന്ന് ആവശ്യമില്ല. എല്ലാം വിർച്വലായിട്ട് ചെയ്ത് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സംഭവമൊക്കെ വാങ്ങാം കേട്ടോ. അപ്പോൾ കോഡിങ്ങിന് കണക്കാണ് ഇനി നമ്മുടെ ആ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്കൊക്കെ നിങ്ങളുടേതുള്ള ഐഡിയാസ് ഷെയർ ചെയ്യാം. അത്തരത്തിൽ നമ്മൾ തിങ്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ മാത്രം ഒന്നുകാണെങ്കിൽ പല സമയം ഇപ്പോൾ പ്രൊജക്റ്റ് ചെയ്യുന്നു, റോബോട്ടിന് ഉണ്ടാക്കുന്നു, അതൊന്നല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾക്ക് ഇനി ഫുള്ളി ഇനി ഓൺലൈനാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇനി അടുത്തപ്പോൾ ഞാൻ ഇന്നലെ ജസ്റ്റ് വിചാരിക്കുന്നത് അങ്ങനെയൊക്കെയാണ്. ഇത്രത്തോളം അടിപൊളിയാവുമെന്ന് എനിക്ക് അറിയില്ല. അപ്പം ഞാനിപ്പോൾ ഇന്ന് ജസ്റ്റ് ഒരു സെക്ഷൻ എടുത്തു. അതിലിപ്പോൾ ഇത്തരത്തിലുള്ള ഒരു എന്താ പറയുക ഈ റോബോട്ടിക്സ് എന്നുള്ള ടോപ്പിക്കിൽ നമ്മൾ ഈ ആർഡിനോ നമ്മളായിട്ട് പ്രോഗ്രാം ചെയ്യുന്നൊരു ചെറിയ സെക്ഷൻ നിങ്ങൾക്ക് എടുത്തു തന്നു ഫ്രീ ആയിട്ട് എല്ലാവർക്കും. പിന്നെ ഇത് എന്നെക്കാളും അറിയുന്ന മറ്റൊരാൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഉണ്ട് വിചാരിക്കുക. അപ്പോൾ അവർക്ക് ആണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം എന്തെങ്കിലും നല്ലൊരു ടോപ്പിക് എടുത്തുകൊണ്ട് ഗൂഗിൾ മീറ്റ് ലിങ്ക് ഗ്രൂപ്പിലിട്ട് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇതാക്കാൻ പറ്റുമല്ലോ, ആക്സസ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എല്ലാവർക്കും എന്താ പറയുക നല്ലൊരു ടെക്കൊക്കെ മുന്നോട്ട് വന്ന നല്ലൊരു ഇതിലുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മൾ മെയിൻലി ഉദ്ദേശിക്കുന്നുണ്ടോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള പ്ലാനിങ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ഓരോന്നൊക്കെ ആയിട്ടുണ്ട്. എന്തായാലും ഇനിയുള്ള വീഡിയോസിലൊക്കെ ആയിട്ട് അതിൻ്റെ അപ്ഡേറ്റ്സ് തരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ എനിക്ക് മുന്നോട്ട് പോകാൻ വിചാരിക്കുന്നു. അപ്പോൾ ചെറിയൊരു ഐഡിയ എനിക്ക് കിട്ടിയില്ല എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഒരുപാട് പറയാനുള്ളതെന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് പറഞ്ഞു. അപ്പോൾ ഒരു സമാധാനമുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ആണ് അത്ര ഉള്ളായിരുന്നു. അപ്പോൾ ജസ്റ്റ് എനിക്കൊരു ഇത് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ വീഡിയോയുടെ ലെങ്ത്ത് ഒരുപാട് കൂടിയിട്ടുണ്ടാവും, എനിക്കറിയാം. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടതിന് ഒരുപാട് താങ്ക് യു. പിന്നെ അടുത്ത വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ ഇനി വരുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇനി നമ്മുടെ കമ്മ്യൂണിറ്റി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക ക്യാഷ് ഇല്ലെങ്കിലും ഫ്രീ ആയിട്ടൊക്കെ നമുക്ക് എല്ലാവർക്കും പഠിക്കണം, അങ്ങനത്തെ ഒരു ഇതിലാണ് ഇനി വരുന്നത്. അപ്പോൾ ഇനി അടുത്തൊക്കെ വരുന്നുണ്ട്. പിന്നെ ടെക്ക് ഒരിക്കലും നമ്മൾ വിടുന്നില്ല പറഞ്ഞല്ലോ. ഈ ടെക്ക് ഈ സമയത്ത് ഇപ്പോൾ ഒഴിവാക്കുന്നത് ഇതിപ്പോൾ എന്താ വെച്ചാൽ ഇരുന്ന് ഈ സോൾഡർ ചെയ്യലും പല സമയമൊക്കെ ആയിട്ട് ഫുൾ അതിലോട്ട് പോകണം. നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ നേരെ കുറച്ച് നിങ്ങൾ ആലോചിക്കണം. ഒരു ലാപ്ടോപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും. കോഡിങ് എടുക്കണമെങ്കിൽ ലാപ്ടോപ്പിൽ ചെയ്യാം, ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ഡെസ്ക്ടോപ്പ് എന്തും. അപ്പോൾ അത്തരത്തിലുള്ള സംഭവം ഒറ്റ എന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഈ സംഭവം എല്ലാം ചെയ്ത് പഠിക്കാനൊക്കെ പറ്റുന്ന ഇപ്പോൾ ടിങ്കർ കാർഡ് പോലുള്ള സൈറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം വാങ്ങുക പോലും ആവശ്യമില്ല. ജസ്റ്റ് സോഫ്റ്റ്വെയർ വെച്ച് തന്നെ ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് വാങ്ങാം. അപ്പോൾ അത്തരത്തിലുള്ള സംഭവമൊക്കെ നിങ്ങൾക്ക് വിർച്വലായിട്ട് ചെയ്ത് പഠിക്കാനുള്ള ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കിനി ഇതിപ്പോഴും ഇതിങ്ങനെ ഇരുന്ന് ചെയ്യാനില്ല. പിന്നെ അത് മാത്രമല്ല കൂടുതൽ ഈ ആർഡിനൊക്കെ യൂസ് ചെയ്യുന്നത് ബിഗിനേഴ്സാണ്. എന്താ പറയുക ഒരു തുടക്കക്കാർക്കൊക്കെയാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. അപ്പോൾ അവർക്കുള്ളതൊക്കെ ആകുമ്പോൾ നമ്മളിനി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ഇതല്ലല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇനി വരും. അപ്പോൾ നിങ്ങൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇതിൽ നല്ലൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും അതിലേക്കും ഗുഡ് ബൈ.